അല്ല എവിടേക്ക് അല്ല നിങ്ങൾ എവിടുക്കാ? അല്ലെണ്ണി ബാങ്ക് കൊടുത്തില്ലേ, ഞാൻ പള്ളിയേക്ക് പോവാ. അതിനിത് പൊതുവഴി അല്ലാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഞാന് കാലങ്ങളായിട്ട് ഇപ്പൊ ഇതിക്കൂടത്തന്നല്ലേ പള്ളിയേക്ക് പോയിന്റ്. റോട്ടിൽ കൂടി പോണ കുറേ ചുറ്റി പോണം. ഇജിപ്പ എന്നാ വന്നെണ്ണി? ഞാൻ പോണതും വരുന്നതും അല്ല ഇവിടുത്തെ പ്രശ്നം. എടാ ഇജെന്താ ഇങ്ങനെയൊക്കെ പറയേണ്ടത്? അല്ല പിന്നെ നിങ്ങളോട് എങ്ങനെ പറയണം? നിങ്ങൾ 4 നേരം ഇതിൽ കൂടി പോക്കുണ്ടല്ലോ, അതെന്നെ പ്രശ്നം. നിങ്ങൾ ഈ പോണത് കാരണം വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഒന്ന് മുറ്റടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് അലക്കാനോ മീൻ മുറിക്കാനോ എന്തെങ്കിലും ഒന്ന് കഴിയണുണ്ടാ? അതിനെ ഞാൻ ഒരു മനുഷ്യനെ ഉപദ്രവം ചെയ്യാൻ ഇതിൽ കൂടി തലയും താത്തിക്കാണ്ടല്ല പോകേണ്ടത് കുട്ടിയെ. നിങ്ങൾ എങ്ങനെ പോയാലും എനിക്ക് ഇപ്പൊ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ പണ്ട് സ്കൂൾ വിട്ട് നിങ്ങളെ മുറ്റത്തു കൂടി എളുപ്പത്തിന് വരുമ്പോ എന്തെല്ലാം ചീത്ത പറഞ്ഞുകാണ്ട് കല്ലെടുത്ത് എറിഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ? അതൊക്കെ പോട്ടെ, അന്നാണെങ്കിലും ഇന്നാണെങ്കിലും നിങ്ങളെ പറമ്പ് കൂടി ഏതെങ്കിലും ഒരു മനുഷ്യന്മാരെ വഴി എടുത്തലുണ്ടാ? പിന്നെ നിങ്ങളെ പുതിയ വീടുണ്ടാക്കിയപ്പോ വലിയൊരു ചുറ്റുമതിലും റിമോട്ടിന്റെ ഒരു ഗേറ്റും അയൽവാസികൾക്ക് പോയിട്ട് ഒരു പൂച്ചക്കുട്ടിക്കെങ്കിലും നിങ്ങളെ അനുവാദം കൂടാതെ നിങ്ങളെ പറമ്പക്ക് കയറാൻ പറ്റുമോ? എന്തൊക്കെയാ പറയേണ്ടത്? നിങ്ങളെ അധികം വർത്താനം പറയാനൊന്നും വേണ്ട, വേഗം പോട്ടെ 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 പോട്ടെ. നോക്ക്, എന്റെ വാപ്പുണ്ടെങ്കിലേ എന്നോട് ഇങ്ങനൊന്നും പറയില്ല. മൂപ്പരെ എന്നെ കണ്ടാല് താളമടി കഴിച്ചിട്ടീനി. അതെ, പണ്ടുള്ളവരൊക്കെ പൈസ ഉള്ള ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും ആരും ഒന്നും പറയലില്ലേന്ന്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, കാലം മാറി. ഇപ്പൊ പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും കണക്കാ. കാര്യം ആരെ മുഖത്ത് നോക്കിയും പറയും. ചെല്ലി ഈ വളപ്പിൽ കണ്ടുപോരുത്. എങ്ങോട്ടല്ല തീ കൂടി പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 40 വയസ്സായി. എന്നെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ. ആളെ ഇടയിലിട്ട് നിങ്ങൾ എന്നെ അപമാനിച്ചു നോക്കൂ. 4 മിനിറ്റ് കൊണ്ട് അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള കഴിവ്, അങ്ങനെ ഒരു മെക്കാനിസം എൻ്റെ ഉള്ളിൽ ഇപ്പൊ ഉണ്ട്. കാരണം എനിക്ക് അത്ര പ്രായമായി. പക്ഷെ 4 വയസ്സായൊരു കുട്ടിയെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ. 40 വയസ്സായാലും അവിടെ നിന്ന് മറക്കൂല.